ഞാനൊരു കോഴ്സിന് ചേർന്നെന്ന് പറഞ്ഞില്ലേ, അവിടെ ഇന്ന് ക്രിസ്മസ് പരിപാടിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ചാച്ചൻ എന്നെ കൊണ്ടുവിടാറാണ് പതിവ്. പക്ഷേ ചാച്ചൻ ഇന്ന് നേരത്തെ പോകേണ്ടത് കൊണ്ട് ചാച്ചൻ നേരത്തെ തന്നെ ഇറങ്ങി. പിന്നെ ഞാൻ ഒരുപാട് താമസിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഓട്ടോയിലാണ് പോയത്. നടന്ന് പോകാവുന്നതേ ഉള്ളൂ, പക്ഷേ എങ്കിലും ഇന്ന് താമസിച്ചത് കൊണ്ട് ഓട്ടോയിലാണ് പോയത്. ഞാൻ പഠിക്കുന്നിടത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ സ്റ്റുഡൻറ്റ് ഞാനാണ് കേട്ടോ. എന്നെക്കാട്ടിലും മൂത്ത ചേച്ചിമാരാണ് എൻ്റെ കൂടെ പഠിക്കുന്നത്. എങ്കിലും ഞങ്ങളെല്ലാം ഒരേ വൈബിനൊത്ത ആൾക്കാരാണ്. അതെനിക്ക് ഇന്ന് മനസ്സിലായി. ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ പോലും ഞങ്ങളുടെ അതേ വൈബിനൊത്ത ആളാണ്. നല്ല രസമായിരുന്നു. ടീച്ചറാണെന്ന് തോന്നിയേയില്ല. ഈ കസേരയിലിരിക്കുന്ന ബലൂൺ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ. ഇവരൊക്കെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്താ വീഡിയോ എടുക്കാത്ത, വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുമായിരുന്നു എല്ലാവരും എന്നോട്. ടീച്ചർ വരെ പറഞ്ഞു ഞങ്ങളും ഫേമസ് ആവട്ടെ, ഞങ്ങളുടെയും വീഡിയോ എടുക്കുക എന്നൊക്കെ. ഇതാണ് എനിക്ക് വേണ്ടത്. പലയിടത്തുനിന്നും ഒരു ലോഡ് പുച്ഛമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെങ്കിലും ഇവിടുന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ടാണ് കിട്ടിയത്. ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ കൂടെ തന്നെ ഉള്ളൊരു ചേച്ചിയായിരുന്നു കേക്ക് സെറ്റ് ചെയ്തത്. ആ ചേച്ചി കേക്ക് ഉണ്ടാക്കുന്ന ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിയാണ് കേക്ക് കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ അവിടെ കുറച്ച് ഭാരവാഹികളൊക്കെ ഉണ്ടായിരുന്നു. ലൈബ്രറിയുടെ പ്രസിഡൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നു. നമ്മൾ കേക്കൊക്കെ മുറിച്ചു. എന്നിട്ട് എല്ലാവരും പിരിഞ്ഞു. പിന്നെ കസേരകളൊക്കെ ഉണ്ടായിരുന്നു. മിസ്സ് കസേരകളിൽ ജയിച്ചു. ഇതാ കണ്ടില്ലേ. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് വന്നപ്പോൾ നടന്നാണ് വന്നത്. എൻ്റെ ഒരു കുട ഉണ്ടായിരുന്നു. മിക്കപ്പോഴും ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് നടന്ന് തന്നെയാണ് വരുന്നത്. തിരിച്ച് വരുന്ന വഴിക്ക് ഞാനൊരു കാഴ്ച കണ്ടു. അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. 2 പിള്ളേർ, ഇവിടെയുള്ള പിള്ളേരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 14 വയസ്സ് 13 വയസ്സേ കാണുള്ളൂ. അവർ രണ്ടുപേരോട് ഇങ്ങനെ കൈയൊക്കെ വീശി എൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഭയങ്കര ഷോ കാണിച്ചുകൊണ്ട്. കുഞ്ഞു പിള്ളേരാണ്, എനിക്ക് മനസ്സിലായി. ഹൈസ്കൂൾ പഠിക്കുന്ന കുട്ടികളാണ്. ഇവിടെ ഉള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒട്ടും സഹിക്കാൻ പറ്റില്ല. എങ്ങോട്ടാണ് ഈ നാട് പോകുന്നതെന്ന് ഞാനൊരു നിമിഷം ചിന്തിച്ചു പോയി. പ്രതികരിച്ചില്ല ഞാൻ. പ്രതികരിക്കണമായിരുന്നു, പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല. എനിക്കത് ഒരുപാട് വിഷമമുണ്ടാക്കി. നമ്മൾ നേരിൽ കാണുന്ന എല്ലാവർക്കും അതൊരു വിഷമം ഉണ്ടാക്കും. അപ്പോൾ തൽക്കാലം ഇന്നത്രയേ ഉള്ളൂ. ബൈ.